കൂട്ടുകാരെ അപ്പം നമ്മൾ വെട്ടിയ സ്ട്രൈറ്റ് പാൻ എങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഓരോ പീസ് എടുക്കുക, ഈ രണ്ട് പീസ് തമ്മിലെടുക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചത് ഫ്രണ്ട് ഭാഗത്തിട്ടാണ് കേട്ടോ. അപ്പം ഞാനതിൻ്റെ ഉൾഭാഗം എടുത്തിട്ട് ഇതുപോലെ കൂട്ടി വെക്കണേണ്. നമ്മൾ ഉൾഭാഗത്താണ് അടി വരണത്. നല്ല ഭാഗത്ത് തിരിച്ച് ഉള്ളിലോട്ട് എടുത്തിട്ട് അങ്ങനെ അടിക്കണത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ചീത്ത വശത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യണത് രണ്ട് പീസുകളുടെ നല്ല വശങ്ങൾ ഞാൻ എഫൊന്നും എഴുതിയിട്ടുണ്ട് കണ്ടോ. ഫ്രണ്ടിന് രണ്ട് പീസിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഒരേ കളർ ഒരേപോലെ ഇരിക്കുന്ന തുണിയാണ്, എന്നാലും എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഫ്രണ്ടിനും ബാക്കിനും കാണും. അപ്പോൾ അത് നമ്മൾ ഈ രണ്ട് പീസിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ മോള് തുടങ്ങി ഇങ്ങനെ വന്നിട്ട് ഈ ക്രോച്ച് ഏരിയ വരെ അടിച്ചെടുക്കണം. ഒരു 4 ഇഞ്ച് അകലത്തിൽ ഈ രണ്ട് സ്റ്റിച്ച് കൊടുത്ത് രണ്ടും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ രണ്ട് വശത്തെ പീസുകൾ ഇതുപോലെ അടിച്ചെടുത്ത് കണ്ട നോക്കൂ, അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടാണ് ഏതെങ്കിലും ഒരു പീസിലോട്ട് ഫ്രണ്ടിൻ്റെ പീസിലോട്ട് അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് കട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ കീസ വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് കീസൊക്കെയുള്ള തുണി നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണേന്ന് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വിരലുകൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി ഈ ക്രോച്ച് ഏരിയ വരുമ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ഇരുന്നോളൂ. അപ്പം ഇതിൻ്റെ രണ്ട് പീസ് ഞാൻ അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ പോക്കറ്റ് അടിക്കണ നമുക്ക് പോക്കറ്റ് പിടിപ്പിക്കാം. പോക്കറ്റിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം രണ്ട് പീസാണ് ഇത്, കണ്ടോളണം, രണ്ട് പീസാണ് ഇതിപ്പോൾ നമുക്ക് പോക്കറ്റ് പിടിപ്പിക്കാനുള്ള സൈഡിൽ നിന്ന് കിട്ടും കണ്ട. എന്നിട്ട് ഇതിൻ്റെ ഒരു വീതി കണ്ട, ഇങ്ങനെ വട്ടം പിടിക്കുമ്പോൾ 7 ഇഞ്ച് ഉണ്ട്. അതുപോലെ താഴത്തു നിന്ന് മുകളിലോട്ട് നമുക്കിതൊരു 11 ഇഞ്ച് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഈ താഴെ വശം നമ്മൾ ഒരു യു പോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നല്ല സ്ക്വയറായിട്ട് തന്നെ ഇരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി പോക്കറ്റ് പിടിപ്പിക്കണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു വര കണ്ട, ഇത് നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു മടക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തുന്ന നല്ല വശത്താണ് കേട്ടോ, നമുക്ക് വല്ല വശത്താണ് ആദ്യം പോക്കറ്റ് പിടിപ്പിക്കാനുള്ളത് കണ്ട. അതിനുശേഷം ഈ ഒരു വര ഇലാസ്റ്റിക് ഇടാനാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നത്. അപ്പം നമ്മൾ 2.5 ഇഞ്ചാണ് അന്നേരം എടുത്തത് കട്ട് ചെയ്തപ്പോൾ. ആ 2.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കുക കണ്ട. അപ്പോൾ 1/2 ഇഞ്ച് പോയിട്ട് 2 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇടണത്, അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഇടണത്. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കണ്ട. എന്നിട്ട് നമ്മൾ അത് കറക്റ്റിനൊന്ന് ടേപ്പിനൊന്ന് അളന്നെടുക്കുക. കാരണം പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റിലോട്ട് കൈ ഇടണമല്ലോ. അപ്പോൾ അതേ കണ്ട 2 ഇഞ്ചിൻ്റെ നമുക്ക് ഇവിടെ കറക്റ്റ് കിട്ടി. അപ്പോൾ അതിന് ശേഷം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. അതായത് ഈ വരയുടെ താഴെ 2 ഇഞ്ചിൻ്റെ അവിടെയാണ് നമ്മൾ ഈ ഒരു വര വരച്ച് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഒഴിച്ച് ഇത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഇഞ്ച് നമ്മൾ താഴത്തോട്ട് വരച്ചിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് ആദ്യം മടക്കി അടിക്കാനുള്ളത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ താഴേക്ക് പിടിച്ചത്. ഈ 1/2 ഇഞ്ച് ഒന്നിച്ച് നമ്മൾ അതായത് ഈ എൻഡ് തുടങ്ങി എടുക്കുകയാണെങ്കിൽ 4.5 വരും. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഒഴിവാക്കി ഇങ്ങനെ പിടിച്ചപ്പോൾ നമുക്ക് 4 കിട്ടിയിട്ടുണ്ട് കണ്ട. ഇനി ഈ 4ൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് കറക്റ്റ് 1 ഇഞ്ച് ഒന്ന് വരച്ചെടുക്കുക. 1 ഇഞ്ച് ഒന്ന് വരച്ചെടുത്ത് ഒരു വര കൊടുത്ത് അതിന് ശേഷം നമ്മുടെ പോക്കറ്റ് പിടിച്ചിട്ട് നമുക്ക് കൈ ഇടേണ്ട ആ വശം ഉണ്ടല്ലോ, അവിടേക്ക് നമുക്കൊരു 5.5 ഇഞ്ച് വരച്ചു കൊടുക്കണം. മനസ്സിലാകണമെന്നുണ്ടല്ലോ അല്ലേ? 5.5 ഇഞ്ച് വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ എൻഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് ഒരു 1/2 ഇഞ്ച് വരച്ചു കൊടുക്കണം. 1/2 ഇഞ്ച് മാത്രം, കൂടുതൽ വേണ്ട, 1/2 ഇഞ്ച്. അപ്പം ഞാൻ ഈ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട. ഇതാണ് 1/2 ഇഞ്ച് വരച്ചെടുത്തു. അതുപോലെ ഈ ഒരു സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് ഒന്ന് വരച്ചെടുക്കണം കണ്ട. ഇതുപോലെ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെയും വരച്ചെടുത്തു. അപ്പം നമ്മൾ കൊടുത്തേക്കണത് 2.5 ഭാഗങ്ങളാണ്. അരയിച്ച് എടുത്തിട്ടുണ്ട് കണ്ട. കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അപ്പുറം ഇപ്പുറം നീളം ചരിവൊന്നും വരാണ്ടായിരിക്കണം എടുക്കണത്. എന്നിട്ട് ഈ 1/2 ഇഞ്ച് നമുക്ക് ഇതൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കണ്ടോ, ഈ 1/2 ഇഞ്ചിന് ഇങ്ങോട്ട് വരച്ചു, ഇവിടെ വരച്ചു, ഈ 1/2 ഇഞ്ച് ലൈനായിട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റ് അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്.
ചെറുതായിട്ട് ഇടണം. അത് കണ്ടാലും മതി. ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ അളവുകളെല്ലാം കറക്റ്റ് ആണെന്ന്, അതായത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഉള്ളിനകത്തോട്ട് വെച്ചടിക്കണത്. അപ്പം ഈ അളവ് ഞാൻ ഇതിൽ നമ്മുടെ ഈ പോക്കറ്റിൻ്റെ പീസിലോട്ടും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണ് അടിക്കണത്. കണ്ട. അപ്പം നമ്മൾ ഈ 1 ഇഞ്ച് ഇവിടെ ഇട്ടേക്കണ ഈ 1 ഇഞ്ചല്ല, അവിടെ നിന്ന് നമ്മളിതിങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇത് ഈ വരയുടെ മുകളിലോട്ട് നമ്മുടെ ഈ പോക്കറ്റിൻ്റെ വര കയറ്റി വയ്ക്കും. കണ്ട. വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഇത് കൊണ്ടുവന്ന് ഒരു സി പോലെ അടിച്ചെടുക്കുന്നത്. ഇത് അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് കുത്തി നിറച്ച് ഇതിലേക്ക് കൊണ്ടുപോവുക. ഇത്രയേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ പണിയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൂട്ടുകാരെ, നമ്മതേ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ തിരിച്ചൊന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നീക്കിയിട്ട് ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക. അധികം വേണ്ട, കുറച്ച് ഒരു 1/2 ഇഞ്ചിന് കട്ടിട്ട് കൊടുക്കുക. കണ്ട. അത് താഴത്തും മുകളിലോട്ടും കട്ടിടണം. കട്ടിടുമ്പോൾ നമ്മൾ പീസ് വെച്ചിട്ടുണ്ടല്ലോ, അതായത് നമ്മുടെ അടിയിലെ പീസും മുകളിലെ പീസും ഒപ്പം കട്ട് ചെയ്യണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാണ്ട് കട്ട് ചെയ്യണം. കറക്റ്റ് പിടിച്ച് തന്നെ കട്ട് ചെയ്യുക. സ്റ്റിച്ചിൻ്റെ അപ്പുറത്തോട്ട് പോകേണ്ട തൊട്ടിപ്പുറം വരെയുള്ള ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. കട്ടിങ് കൂടി പോകാൻ പാടില്ല. എന്നിട്ട് നമ്മളിത് മറിച്ചെടുക്കണം. കണ്ട. മറിച്ച് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം പതിച്ചടിക്കാനുള്ളതാണ്. ഇങ്ങനെ കണ്ട. അപ്പം മറിച്ചെടുക്കുമ്പോൾ ഈ ഒരു ഭാഗം സി പോലെ തന്നെ വരും. അതിനാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. അപ്പം അതെ കണ്ട, ഞാനിങ്ങനെ എടുത്തപ്പോൾ ഇത് സി പോലെ വന്നിട്ടുണ്ട്. കാണാൻ പറ്റണല്ലേ ഈ തുമ്പ്. ഇനി നമുക്കിതൊന്ന് ഈ സി പോലെ തന്നെ നമ്മൾ നേരത്തെ ഉള്ളിൽ പതിച്ചടിച്ച പോലെ തന്നെ ഇവിടെ നിന്ന് തുടങ്ങി ഇതൊന്ന് പതിച്ചടിച്ച് ഇങ്ങനെ എടുക്കണം. മനസ്സിലായല്ലോ? അപ്പം സ്കിപ്പ് ചെയ്താൽ കാണാം. പല രീതിയിൽ പോക്കറ്റ് അടിക്കാനുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് നിങ്ങളെ കാണിച്ചു തന്നത് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ഈ അറ്റത്തുനിന്ന് സി പോലെ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം അതെ നമ്മൾ അതകത്തോട്ടാക്കിയിട്ട് പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന്മേലുള്ള നമ്മുടെ പണി കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മുടെ വേറൊരു പീസ് ഉണ്ട്. കണ്ട. നമ്മൾ ആ ഒരു പീസ് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് യോജിപ്പിക്കണമെന്നൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വശവും കൂടി ഉണ്ടല്ലോ, ഇത് കണ്ട. നമ്മൾ 2 പീസാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. ആ ഒരു പീസും കൂടി ഇതുപോലെ നമ്മൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ താഴെ വരണ 1 ഇഞ്ച് വരച്ചിട്ടുണ്ടല്ലോ, അവിടേക്ക് തന്നെ കറക്റ്റ് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഇനിയാണ് ശ്രദ്ധിച്ചടിക്കേണ്ടത്. കാരണം നമുക്ക് കൈ ഉള്ളിലോട്ട് ഇടുമ്പോൾ പോക്കറ്റ് കറക്റ്റ് ആയിരിക്കണ്ടേ, സാധനങ്ങൾ ഇട്ട് താഴെ പോകാതിരിക്കണമല്ലോ. അപ്പം ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ മേലെ കൂടെ ഈ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഇതിൻ്റെ മേലെ കൂടെ അടിച്ചിട്ട് സിയുടെ ഈ ഒരു ഇതുണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ഈ ഒരു സംഭവത്തിൽ സ്റ്റിച്ച് കൊള്ളാതെ തൊട്ട് പക്കിനിലൂടെ അടിച്ചെടുക്കണം. ഇത് കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇടാൻ പറ്റില്ല. അപ്പം കൂട്ടി അടിക്കരുത്, കൂട്ടി അടിക്കാതെ ചെയ്യണം. ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടെ കുത്തി നിർത്തുക. ഈ 1/2 ഇഞ്ചിൽ കുത്തി നിർത്തിയിട്ട് ഈ ഒരു സംഭവത്തിൽ സ്റ്റിച്ച് ആക്കാതെ അതിൻ്റെ സൈഡിലൂടെ, അപ്പോൾ ആ സ്റ്റിച്ചും കാണാൻ വയ്യ, നമുക്ക് അറിയരുത്, സൈഡിലൂടെ കൊണ്ടുപോയിട്ട് ഇതൊന്ന് ഇങ്ങനെ കൂട്ടി സി പോലെ തന്നെ എടുക്കുക. മനസ്സിലായി എന്ന് വരുത്തുന്നു. ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാട്ടെ. കണ്ടോട്ടാ. ദേ ഇവിടെ കൊണ്ടുവന്നു. കണ്ട. ഈ അറ്റത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഈ വരക്കണ വര നിങ്ങൾ ശ്രദ്ധിക്കണേ. കണ്ട. വരച്ചിട്ടുണ്ട്. 1/2 ഇഞ്ചിനുള്ള വര ദേ നമ്മൾ അടിയത്ത് ആ ഒരു ക്ലോത്തിലോട്ടാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ എൻഡിൽ കയറ്റും. ഇതിവിടെ കയറ്റണം, എന്നാലല്ലേ ഇത് കവർ ചെയ്ത് നിൽക്കുള്ളൂ. ഇവിടെ കയറ്റിയിട്ട് ഇത് ഈ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ അടിച്ചെടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ വരച്ചേക്കണ വര എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് മേലാണ്, ഇതിലൂടെയാണ് അടിക്കേണ്ടത്. ഇത് കൂട്ടി അടിക്കാതിരിക്കുക. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പം അതെ നമ്മളടിച്ചു. നമ്മുടെ കൈ ഇങ്ങനെ ഇടണം. കണ്ട. ഇതുപോലെ പോക്കറ്റിൻ്റെ ഉള്ളിട്ട് ഇടാനുള്ളതാണ്. അപ്പോൾ ഇതങ്ങനെ അടി വന്നു. ഇനി നമ്മൾ ഇത് മറിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ലോക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പല രീതിയിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഉള്ളിൽ പുറത്തടിപ്പ് കാണാതിരിക്കാനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക.
അപ്പോൾ കുറേ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് ഞാനീ പറയണേ കേട്ടോ. പോക്കറ്റ് അടിക്കാനുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതൊന്ന് ഇതുപോലെ വരഞ്ഞിട്ട് ഇതും കൂടെ ഒപ്പം വെക്കുക. 2 എൻഡ് ഒപ്പം വരിക. കണ്ട, ചുളുക്കൊന്നും ഇല്ലാണ്ട് 2 എൻഡ് ഒപ്പം വന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ അടിച്ച് ഇവിടെ കൊണ്ടുവരണം. നമ്മുടെ ഈ സൈഡ് വശം ഓപ്പണാണ്. കണ്ട, ഇവിടം വരെ ഇത് കൊണ്ടുവന്നിട്ട് ലോക്കിട്ട് നിർത്തിയിട്ട് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പം അതെ നമ്മൾ പോക്കറ്റ് അതുപോലെ ഞാൻ ലോക്ക് ചെയ്തെടുത്ത്. കണ്ട, ഇനി നമ്മൾ ഇത് നേരെ ഇട്ട് കൈ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ പോക്കറ്റിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ടിടുന്ന സാധനങ്ങൾ പോക്കറ്റിൽ കിടക്കും. അപ്പം നമുക്കിത് കണ്ട നല്ല ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ കൈ ഇതിൻ്റെ ഈ പോക്കറ്റിലോട്ട് ഇടാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട, നോക്ക്, പുറത്തോട്ട് വരില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് പോക്കറ്റ് അടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏതാണ്ട് ഒരു കുറേ ഭാഗങ്ങൾ കഴിഞ്ഞ് ഇതുപോലൊരു പോക്കറ്റ് ഞാൻ ഇപ്പുറത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. 2 പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് ഇതിലോട്ട് കൂട്ടണം. ഇതിന് ബാക്ക് ഫ്രണ്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കൂട്ടണം. അതെങ്ങനെയാണ് കൂട്ടണതെന്ന് നോക്കാം. അപ്പോൾ പോക്കറ്റ് എന്നുള്ള വലിയ പണി നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ ബാക്ക് പീസ് എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ട് ഇവിടെ വേണ്ടേ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്തു. കണ്ട, നല്ല ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങളാണ് നമ്മൾ എടുത്തേക്കണത്. ഇനി നമ്മൾ അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഈ ഒരു വശം ഉണ്ടല്ലോ, പോക്കറ്റിൻ്റെ ഈ ഒരു വശം, ഈ ഒരു അപ്പോൾ അതെ നമ്മളുടെ പോക്കറ്റ് അടിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ തീർന്നിട്ടുണ്ട്. കണ്ട, ഇനി നമ്മൾ ബാക്ക് പീസ് ഞാൻ ഫ്രണ്ട് പീസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണേനെ. കണ്ട, ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് മുകളിൽ നിന്ന്, അതായത് ഇവിടെ നിങ്ങളുടെ ഈ എൻഡിൽ നിന്ന് അടിച്ച് തുടങ്ങി ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് നേരത്തെ ചെയ്തില്ലേ, ഒരു പീസ് ലോക്കാക്കാണ്ട് ഇതുപോലെ അടിച്ചത്, അവിടെ വരുമ്പോൾ നമുക്ക് ഇതും അങ്ങനെ തന്നെ അടിക്കണം. ഇതിലോട്ട് ഈ ഒരു സംഭവത്തിലോട്ട് കയറാണ്ട്. അപ്പോൾ അടിച്ചു വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൈ ഇതിങ്ങനെ തടയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതെ കണ്ട, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തടയുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടും നമുക്ക്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇനി നിങ്ങൾക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ പീസ് എൻഡ് തുടങ്ങി കറക്റ്റിന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ട അടിപ്പ് വരണണ്ടതേ ഇതുപോലെ. അപ്പോൾ നമുക്കിത് ഈ അടിപ്പിൻ്റെ തടിപ്പ്, ഇവിടെ ഒരു തടിപ്പ് ഉണ്ടാവുമല്ലോ നമ്മൾ അടിച്ചേക്കണേ, അതിൻ്റെ അത് അങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ട, വരച്ച് നിങ്ങൾ കൈ കൊണ്ട് തന്നെ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അടിക്കുമ്പോൾ പോക്കറ്റിൻ്റെ കൈയിടാവുന്ന വശം കൂട്ടി അടിക്കാതിരിക്കണം. അതാണ് ഞാൻ പ്രത്യേകം പറയണത് കേട്ടോ. നമ്മൾ ആ ഒരു വശം അടിച്ചെടുത്ത് അപ്പം നമ്മൾ ഈ എൻഡ് തുടങ്ങി ഇവിടം വരെ കാലിൻ്റെ അറ്റം വരെ 1/2 ഇഞ്ചിന് തയ്യൽ തുമ്പിട്ടാണ് അടിച്ചെടുത്തേക്കണം. കണ്ടു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചെടുത്തിട്ട് നമ്മുടെ പോക്കറ്റ് ഏതാണ് ലെവലെന്ന് നോക്കണ്ടേ. അപ്പോൾ അതേ കണ്ട, ഇതാണ് നമ്മുടെ പോക്കറ്റ്. നോക്കൂ. അപ്പോൾ അടിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഈ താഴത്തെ ഈ ഒരു ഭാഗം നമ്മൾ ഈ 2 പീസ് മേലോട്ട് കൂട്ടി യോജിപ്പിക്കാണ്ട് മാറ്റണം. മനസ്സിലായില്ലേ? ഈ ഒരു ഭാഗം നമ്മുടെ പോക്കറ്റിൻ്റെ അടിഭാഗം നമ്മുടെ ഈ സൈഡിലേക്ക് അടിക്കരുത് കേട്ടോ. അങ്ങനെ എടുക്കണം. അപ്പോൾ നമ്മളിത് 2 സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഒരു സ്റ്റിച്ചേ ചെയ്തിട്ടുള്ളൂ. 2 സ്റ്റിച്ചിട്ട് പതിച്ചടിക്കണമെന്നില്ല. പതിച്ചടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പതിച്ചിപ്പോൾ അടിച്ചിട്ട് ഇതുപോലെ 2 സ്റ്റിച്ച് ജീൻസിനൊക്കെ വന്നവരെ കൊടുത്താൽ നല്ലതാണ്. കുറച്ചും കൂടി നല്ല സേഫ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ അടിക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുക്കുക. ഒന്ന് ഇതിലെ കൂടി പതിച്ചടിച്ചും ഒരു പ്രഷർ ഇങ്ങോട്ട് നീക്കിയിട്ട് കൂടി അടിച്ചു കൊടുത്താൽ നല്ല സ്റ്റൈലായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പതിച്ചടിക്കണില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇത് 2 യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഒരെണ്ണം കൂടി യോജിപ്പിക്കാനുണ്ടല്ലോ, ആ ഒരു ഭാഗവും കൂടി അതുപോലെ തന്നെ ഇപ്പുറത്തും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 സൈഡും കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ 2 സ്റ്റിച്ചൊക്കെ എടുത്ത് കൂട്ടിയെടുത്ത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതൊന്ന് നമ്മൾ വിടർത്തിയെടുക്കുക. താഴ്ഭാഗം അടിഭാഗം കണ്ട, എന്നിട്ട് ഇതൊന്നിങ്ങനെ ആക്കി പ്രസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതിന് ശേഷം ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മടക്കി അടിക്കാനാണ് അതേ ഇങ്ങനെ ഒരു കണ്ട, ഈ ഒരു കട്ടിങ് കണ്ട നമ്മുടെ അതെ ഈ ഒരു കട്ടിങ്ങിൻ്റെ അവിടേക്ക് നമുക്കിത് കൊണ്ടുവന്ന് യോജിപ്പിക്കാനുള്ള ഭാഗത്തോട്ടാണ് നമ്മൾ ഇത് വെക്കണത്. അപ്പോൾ അതുപോലെയുള്ള ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ടൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ആദ്യം
1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങൾ ഇഷ്ടം പോലെ അടിച്ചെടുക്കുക. നമ്മൾ 2.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട് അടിയിൽ, നമുക്ക് 2 ഇഞ്ച് കിട്ടണം. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് ഒന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം 1/2 ഇഞ്ച് അടിച്ചതിന് ശേഷം ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടേക്ക് അടിക്കണം. കണ്ട, മുകളിലൂടെ അടിക്കണം. അപ്പോൾ 2 കാലും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 കാലിൻ്റെ അടിഭാഗം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, പിന്നെ കാല് രണ്ടും ഒപ്പൊരുക്കണം കേട്ടോ തയ്ച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒപ്പോണാന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ അരഭാഗത്ത് നിന്ന്, അതായത് നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയൊക്കെ കട്ട് ചെയ്തിട്ടില്ല, അവിടെ നിന്ന് ഇതുപോലെ കറക്റ്റിനൊന്ന് പിടിച്ചിട്ട് കാല് രണ്ടും ഒപ്പോണമെന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഒപ്പോണ് കണ്ട, അല്ലെങ്കിൽ ഒന്ന് കയറി എനിക്കങ്ങനെ ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു ചെറിയ 4 ഇഞ്ച് കയറി ഒക്കെ വന്നിട്ടുണ്ട് ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ. ടൈപ്പില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ കയറി നിൽക്കാതെ ഒപ്പോണാന്നൊക്കെ നോക്കണം. അപ്പോൾ എൻ്റെ ഇത് ഒപ്പോണ്. നമ്മൾ ഇങ്ങനെ പിടിച്ചപ്പോൾ നമുക്കിത് ഒപ്പമായിട്ടാണ് കിട്ടിയേക്കണം. കണ്ട, അല്ലെങ്കിൽ ഇടുമ്പോൾ ഒരു കാല് കയറിയതും ഒരു കാല് ഇറങ്ങിയതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ കൂടി നോക്കണം. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഈ അടിഭാഗത്തുനിന്ന് കണ്ടോ, ഈ അടിഭാഗത്തുനിന്ന് നമ്മുടെ കാലിൻ്റെ അളവുണ്ടല്ലോ 10 ഇഞ്ചായിരുന്നു. അപ്പം നമ്മൾ 5 ഇഞ്ചിലാണ് അത് നമ്മൾ അടയാളപ്പെടുത്തിയത്. ആ അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിലോട്ട് ഇത് നമുക്കിന്ന് അപ്പോൾ നമ്മുടെ ഈ ക്രോച്ചേരിയുടെ ആ ഒരു ഭാഗമാണ് ഈ വന്നത് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമുക്ക് നമ്മുടെ ഇത് എത്രയാണോ കാലിൻ്റെ അകലം, കാലിൻ്റെ അടിഭാഗത്തിൻ്റെ അകലം, അതൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇത് അടിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് 5 വേണ്ടത്. നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അന്നേരം കിട്ടിയത് അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 6.25 പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമുക്കത് ഈ 2 മടക്കിയ ഈ ഭാഗത്തുനിന്ന്, ഈ അടിപ്പ് കാണുന്ന ഈ ഭാഗത്തുനിന്ന് ഇത് 2 തുമ്പ് ഒപ്പം വെക്കുക. എന്നിട്ട് ആ ഭാഗത്തേക്ക് അളവെടുക്കുക. അപ്പോൾ 10 ഇഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ 5 ഇഞ്ചിന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഒരു 3 സ്റ്റിച്ച് നമുക്ക് മുകളിലോട്ട് ചെയ്തെടുക്കണം. 3 2 ആയാലും മതി. എന്നിട്ട് നമ്മുടെ ഇങ്ങനെ അടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗം വരും, അതായത് നമ്മുടെ സീറ്റ് ഭാഗം. അവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം സീറ്റ് ഭാഗം 2 സ്റ്റിച്ചിട്ട് അടിച്ചിട്ടില്ലേ, അവിടേക്ക് ഇതൊന്ന് വിടർത്തിയിട്ട് 2 ഭാഗത്തിൻ്റെ വിടർത്തിയിട്ട് വേണം അടിച്ച് ഇപ്പുറത്തെ കാലിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഓക്കെ, നമുക്ക് തയ്ച്ചാലോ. അപ്പോൾ നമ്മളിത് 3 സ്റ്റിച്ച് വീതമിട്ട് 2 കാലും യോജിപ്പിച്ച് ഇത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ട, ഇനി നമുക്ക് വേണ്ടത് ഇത് മുകളിലത്തെ വശം, നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ ഉദ്ദേശിച്ചേക്കണ വശം ഉണ്ടല്ലോ, മുകളിലത്തെ എൻഡ് ഭാഗം. നമുക്കിതൊന്ന് ഇങ്ങനെ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി അടിക്കണം. അപ്പോൾ ആദ്യത്തെ അടി നമുക്ക് 1/2 ഇഞ്ച് ഇത് മാത്രമായിട്ടൊന്ന് മടക്കി അടിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് 1 ഇഞ്ചിലോട്ട് മടക്കാനുള്ളത്, ഇലാസ്റ്റിക് കയറ്റാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഒരു വര വരച്ച് നേരത്തെ ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഒരു പാട് കിടപ്പുണ്ട്. നമ്മൾ 2.5 ഇഞ്ച് ഒന്ന് വരച്ചില്ല ഇലാസ്റ്റിക് കയറ്റാൻ. ആ ഒരു ഭാഗം ഇങ്ങോട്ട് മടക്കി ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരാം. കണ്ട, അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനുള്ള ഒരു സംഭവവും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ അടിപ്പ് തുടങ്ങിയാൽ അടിപ്പ് ഇവിടെ നിന്ന് തുടങ്ങുക, അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. ഇവിടെ ഒരു ഓപ്പൺ ആയിരിക്കണം, നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനുള്ള ഒരു ഓപ്പൺ ഇവിടെ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ അരയുടെ വണ്ണത്തിൻ്റെ വണ്ണം എത്രയാണോ അതെടുത്തിട്ട് ഒരു 4 ഇഞ്ച് കുറച്ചാണ് ഞാൻ ഇലാസ്റ്റിക് എടുത്തേക്കണം. കണ്ടത് ഇത്രയും ഒരു കുറവുണ്ട്, 4 ഇഞ്ചിൻ്റെ ഒരു കുറവ് വരും എടുത്തേക്കണത്. ഇനി നമുക്കിത് ഒരു പിന്നുപയോഗിച്ച് ഇതിലേക്ക് കയറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു ക്യാപ്പിൽ കൂടി ഇലാസ്റ്റിക് ഇതുപോലെ ഒന്നങ്ങോട്ട് കയറ്റിയെടുക്കുക. അപ്പം ഞാൻ ഇതൊന്ന് കയറ്റിയെടുക്കാം കേട്ടോ. ഞാനിത് കയറ്റിയെടുത്തു. കണ്ടോ, ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒരു ഇഞ്ചിന് ഒരു ഇഞ്ച് അകല ഇത് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഒരു WW ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് ആ ഒരു വശം നമ്മൾ ലോക്ക് ചെയ്ത് കളയുകയും ചെയ്തിട്ടാ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഒന്ന് വലിച്ചിട്ട് അടിച്ചു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. ചിലപ്പോൾ അടിച്ചു കൊടുത്താൽ അവിടെ ഇലാസ്റ്റിക്കിൻ്റെ ആ ചുളുക്കോട് കൂടി ഇരിക്കുന്ന നോക്കൂ, നമ്മുടെ പെൻസിൽ ബോട്ട് അടിപൊളിയായില്ലേ. അപ്പം എന്ത് ചെയ്യുമ്പോഴും ലാസ്റ്റ് നമ്മൾ തേച്ചിട്ട് വേണം കൊടുക്കാൻ, അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ഉപകാരപ്രദമാണ് എന്ന് കരുതി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട്. അപ്പം അവരോടും കൂടി ആ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക.